UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയത്തിൻ്റെ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 6-ാം തീയതി നടന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും നോക്കാം. അതിൻ്റെ ആൻസറും ചോദ്യങ്ങളും നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ എന്തിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉഴുത് വയൽ എന്നതാണ് ശരി ഉത്തരം. ഉഴുത വയൽ. അടുത്തത്, വനത്തിൽ നടത്തുന്ന വെടിച്ചുട്ടു കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്രജന ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപത്തിൻ്റെ പേരെന്താണ്? ആൻസർ കുറിച്യർ കലാപമാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, മെസപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായിട്ടുള്ള ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ആൻസർ സിഗുറാത്തുകൾ എന്നാണ്, സിഗുറാത്തുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ആണ് ശരി ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? ആൻസർ വൈക്കം സത്യാഗ്രഹമാണ്, വൈക്കം സത്യാഗ്രഹമാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ പേരെന്താണ്? ആൻസർ ആത്മവിദ്യാസംഘമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉൾപ്പെടാത്തതാണ്. അപ്പോൾ ഓരോ ഓപ്ഷൻസും നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു, അത് ശരിയുത്തരമാണ്, അത് ശരിയാണ്. അടുത്തത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, അതും ശരിയാണ്. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു, അത് തെറ്റാണ്. അടുത്തത്, 1930 ജനുവരി 26-ന് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചു, അപ്പോൾ ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ ഉൾപ്പെടാത്തതിൻ്റെ ആൻസർ ഏതാണ്? ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നതാണ് ശരി ഉത്തരം. അടുത്ത, കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമം ലംഘിച്ചത്? കോഴിക്കോട് ആരുടെയാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ നേതൃത്വത്തിലായിരുന്നു. അടുത്തത്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916-ൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? ആൻസർ ബനാറസ് ഹിന്ദു സർവകലാശാല. അടുത്ത ചോദ്യം, 1946-ലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏതു ദിവാൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്ക് എതിരെ നടന്നതായിരുന്നു? ആൻസർ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെയാണ് ആൻസർ. അടുത്തത്, ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഡി ആണ്, പുഷ്പക് എന്നാണ് ശരി ഉത്തരം, പുഷ്പക്. അടുത്തത്, സ്വതന്ത്രമായിട്ട് ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരെന്താണ്? ആൻസർ അഗ്നി 5 എന്നാണ് ശരി ഉത്തരം. താഴെ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? ആൻസർ ഗോദാവരി നദിയാണ്, ദക്ഷിണേന്ത്യയിലെ നദിയാണ് ഗോദാവരി. എൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കൃഷ്ണ നദിയാണ് ശരി ഉത്തരം, കൃഷ്ണ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗം അല്ലാത്തതായിട്ട് വരുന്നത്? ആൻസർ കൊങ്കൺ സമതലമാണ്. കൊങ്കൺ സമതലം എന്ന് പറയുമ്പോഴത്തേക്കും അത് പശ്ചിമ തീരത്താണ് വരുന്നത്. കിഴക്ക് വരുന്നത് വടക്കൻ സിർക്കാസ്, കൊറോമണ്ഡൽ, സുന്ദരവനമൊക്കെ കിഴക്കാണ് വരുന്നത്. കൊങ്കൺ സമുദ്രം മാത്രം പടിഞ്ഞാറായിട്ടാണ് വരുന്നത്. അടുത്ത, രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇവിടെ കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, അത് രാഷ്ട്രപതിയാണ്. സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ്. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ, അതൊക്കെ രാഷ്ട്രപതിയാണ്. അപ്പോൾ തെറ്റുത്തരം ഏതാണ്? അതായത് ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിക്കുന്നത്. രാജ്യസഭാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? സ്പീക്കറാണ്. അടുത്തത്, സാമൂഹിക സംഘമായിട്ടുള്ള കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ഇവിടെ ഓപ്ഷൻ സി ആണ്, ഔപചാരിക ബന്ധം. അടുത്ത, റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ശരിയായവയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വായ്പ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്, അത് ശരിയാണ്. സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്കാണ്, ശരിയാണ്. 1 രൂപ നോട്ട് അച്ചടിക്കുന്ന ആരല്ല? റിസർവ് ബാങ്ക് അല്ല, അത് ധനകാര്യ വകുപ്പാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 1 and 2 ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ്? ആൻസർ ദേശീയ ഹരിത ട്രിബ്യൂണലായി നമ്മൾ പത്രത്തിലൊക്കെ വായിച്ച വാർത്തയാണ്. അടുത്ത 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം എവിടെയാണ്? നമ്മുടെ ദേശീയ ഗാനത്തിൽ തന്നെയുണ്ട്. ഉത്കല എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്കല എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? ഒഡീഷയാണ്, നമുക്കറിയാം. അപ്പോൾ പ്രകാശവർഷം എന്ന യൂണിറ്റ് എന്ത് ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത്? ദൂരം അളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. അടുത്തത്, തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 2 ധ്രുവങ്ങൾക്കും തുല്യശക്തി ആയിരിക്കും. ഓക്കെ. അടുത്ത ചോദ്യം, ഒഴുകുന്ന ദ്രാവകത്തിലെ കർഷണം ഏതാണ്? ഒഴുകുന്ന ദ്രാവകത്തിലെ കർഷണമാണ് കേശികത്വം എന്ന് പറയുന്നത്. അടുത്തത്, ഒരു കാറ് 5 സെക്കൻഡിനുള്ളിൽ, അതായത് നമുക്കിവിടെ ടൈം തന്നിട്ടുണ്ട്, 5 സെക്കൻഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് 18 km/h നിന്നും 36 km/h ആക്കുന്നു. അങ്ങനെയെങ്കിൽ മീറ്റർ/സെക്കൻഡ് സ്ക്വയറിൽ അതിൻ്റെ ത്വരണം എത്ര എന്ന് വെച്ചാൽ ആക്സിലറേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ വെലോസിറ്റി എത്രയാണ് ഇവിടെ? 36 നിന്ന് 18 കുറച്ച് കഴിഞ്ഞാൽ 18 ആണ്. 18 അതിന് km/h മീറ്റർ/സെക്കൻഡ് 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 5 എന്ന് വരും. അപ്പോൾ വെലോസിറ്റി 5 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വെലോസിറ്റി 5 എന്ന് കിട്ടി, അതിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുക, 5/5 എന്ന് വരും ആൻസർ. അപ്പോൾ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1 ശരി ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുത ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര kWh ആണ്? ആൻസർ 1 kWh, 1 kWh അവിടെ വരുന്നത്. അടുത്ത, 2 വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് ഇവിടെ F ആണെന്ന് തന്നിട്ടുണ്ട്. 2 പിണ്ഡങ്ങളും പകുതിയായിട്ട് കുറയുമ്പോൾ, അതായത് മാസ് എന്തായിട്ട് മാറും? മാസ് m/2 ആയിട്ട് കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയായിട്ട് മാറും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, F/4 ആയിട്ട് കുറയുന്നുണ്ട്. നമുക്ക് ആ ഒരു ഇക്വേഷൻ അറിയാം, F = G(m1)(m2) / d² എന്നുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. അപ്പോൾ മാസ് എന്ന് പറയുന്നത് പകുതിയാകുമ്പോൾ എന്താണ്? m1 × m എന്ന് പറയുന്നത് 1/4 ടൈംസ് ആവും. അപ്പോൾ 1/4 F എന്ന് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്ത, പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ആൻസർ കരവസ്തുക്കളിലൂടെയാണ് ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ്, അതിന് യൂണിറ്റ് ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജ്ജം എന്തായിരിക്കും? ആൻസർ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ഇതെന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിലനിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്, കാർബൺ 614, അതായത് ഇതിൻ്റെ അറ്റോമിക് നമ്പർ 6 മാസ് നമ്പർ 14 ആണെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇതിൽ എത്ര ന്യൂട്രോണുകളും എത്ര പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എത്ര ന്യൂട്രോണുകളാണ് ഉള്ളത്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ച് നോക്കുക. 14 - 6 എടുക്കുമ്പോഴത്തേക്കും 8 എന്ന് വരും. ഇനി പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് C6. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമണ ലോഹം അല്ലാത്തത്? സംക്രമണ ലോഹം അല്ലാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന സംക്രമണ ലോഹം അല്ലാത്ത ഏതാണ്? ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഇരുമ്പ് ഒരു സംക്രമണ ലോഹമാണ്, കോപ്പർ ഒരു സംക്രമണ ലോഹമാണ്, അതുപോലെ തന്നെ നിക്കൽ ഒരു സംക്രമണ ലോഹമാണ്. അപ്പോൾ സംക്രമണ ലോഹം അല്ലാത്ത ഏതാണ്? അലൂമിനിയമാണ്. അടുത്ത, അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളക്കുന്നത്? ആൻസർ 99.6 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം, മിനറൽ ആസിഡിൽ നിന്നും ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണ്? ആൻസർ ഡി ആണ്, കോപ്പറാണ് ശരി ഉത്തരം, കോപ്പർ.
അടുത്ത ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായിട്ടുള്ള അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആൻസർ CH2 ഗ്രൂപ്പിനാലായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അടുത്തത് മാലക്കൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏതാണ്? ആൻസർ കോപ്പറാണ്. മാലക്കൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് കോപ്പറിനെയാണ് നമ്മൾ മാലക്കൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത്. അടുത്തത് ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ആൻസർ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl ആസിഡാണത്. അടുത്തത് വൈദ്യ ചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായിട്ട് ഉപയോഗിക്കുന്ന എത്ര ഗാഢതയുള്ള ഉപ്പ് ലായനിയാണ്? ആൻസർ 0.9%. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത്? ഓപ്ഷൻസ് നോക്കാം. അഭികാരകത്തിൻ്റെ ഗാഢത, താപനില, പ്രകാശത്തിൻ്റെ സാന്നിധ്യം, അഭികാരകത്തിൻ്റെ നിറം. ആൻസർ ഏതാണ്? നിറം ഒന്നും അതിൻ്റെ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നില്ല. അപ്പോൾ അതാണ് ശരി ഉത്തരം. അടുത്തത് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ആൻസർ DNA പ്രൊഫൈലിംഗ് ആണ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. അടുത്തത് മനുഷ്യൻ്റെ ആദ്യ പാലിൽ, അതായത് കൊളസ്ട്രത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ആദ്യത്തെ പാലിൽ അടങ്ങിയിരിക്കുന്ന IgA ആണ് അതിലടങ്ങിയിരിക്കുന്നത്. അടുത്തത് ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ആൻസർ B ആണ്, ഗ്രാന. അടുത്ത ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫുലോമികളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ B ആണ്, ലാക്ടിയലുകൾ. അടുത്ത പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല എന്താണ്? അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡനുകൾ. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഫംഗെ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് ഏതാണ്? ആൻസർ C ആണ്, പെനിസിലിയം. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? ഓപ്ഷൻസ് നോക്കാം. കോവിഷീൽഡ്, നോവാവാക്സ്, കോവാക്സിൻ, സ്പുട്നിക് V. അപ്പോൾ ഇതിൽ ഏറ്റവും പുതിയത് ഏതാണ്? നോവാവാക്സ് ആണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിനായിട്ട് വരുന്നത്. അടുത്തത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26 പ്രാധാന്യം എന്താണ്? ജൂലൈ 26 പ്രാധാന്യം നമുക്കറിയാം. അത് കണ്ടൽ ദിനമായിട്ടാണ് ആചരിക്കുന്നത്, ജൂലൈ 26. അടുത്ത മാത്സിൻ്റെ ചോദ്യങ്ങളാണ്. 2:3 × 5⁴ വില എന്താണ്? അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. 2:3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 5² × 5² എന്ന് എടുക്കാം. 25 × 25 എന്ന് എഴുതാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് 5000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് ഇതിൻ്റെ തുല്യമായിട്ടുള്ള ദശാംശ സംഖ്യ എത്രയാണ്? ഇതിൻ്റെ ഛേദം നമ്മൾ ഒരുപോലെ ആക്കുക. അപ്പോൾ ഇവിടെ 2000 കോമൺ ഫാക്ടറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെയും 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 10 വെച്ച് mൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇവിടെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? 400 + 8 + 32 എന്ന് പറയുമ്പം 440 എന്ന് വരും. 440/2000 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുന്നതാണ്. ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് ഇവിടെ വരുന്നത്. അടുത്തത് ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് 10 ദിവസവും രാമു തനിച്ച് 15 ദിവസവും വേണം. രാമുവും ബാലുവും ജോലി ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം? അപ്പോൾ 1/10 + 1/15 എടുക്കുക. 1/10 + 1/15 എടുത്തു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് കിട്ടും. അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ മതി. 15 + 10 എത്രയാണ്? 25, 150. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 150/25 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻസ് D ആണ് ഇവിടെ നമുക്ക് ശരിയുത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ D. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? ആൻസർ പൂർണ്ണവർഗം എത്രയാണ്? 0.25 ആണ്. 0.05ൻ്റെ സ്ക്വയറാണ് 0.25. അടുത്ത ചോദ്യം, സംഖ്യാരേഖയിലെ 5/3 5/4 ഇടയിൽ വരാത്ത ഭിന്നകം ഏതാണ്? ആൻസർ ഓപ്ഷൻ C ആണ്, 3/4.
അപ്പോൾ നമ്മൾ പാർട്ട് 1 ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാർട്ട് 2 അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ പാർട്ട് 2 എന്തായാലും കാണാൻ വേണ്ടി ശ്രമിക്കുക.